പക്ഷേ ഒരു പുതിയ സിനിമ സുരേഷ് ഗോപിയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതിനിപ്പോൾ ഒരു വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആക്കിയാൽ റിലീസിന് സമ്മതിക്കാമെന്നുള്ളതാണ് സെൻസർ ബോർഡിൻ്റെ നിലപാട്. ഒരു വി എന്നുള്ളത് മാത്രം കൊണ്ടാണ് ഇത്ര വലിയ അലമ്പുണ്ടായത്. വി ഒന്നും അല്ല അലമ്പ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരാവശ്യമില്ലാത്ത ഒരു വിവാദമായിരുന്നു അത് സത്യത്തിൽ. ഇപ്പോൾ ഒരു ഏതെല്ലാം മനുഷ്യൻ്റെ പേര് കഥാപാത്രങ്ങളായിട്ട് വരും, മിക്ക പേരുകളും ഏതെങ്കിലും ഒരു ദൈവവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ പറ്റും. ഇപ്പം ഞാൻ നോക്കുമ്പോൾ മുസ്ലിം പേരുകളൊക്കെ ഈ ദൈവത്തിന് 99 പര്യായ പദങ്ങളുണ്ട്. അള്ളാഹുവിന് ഏതെങ്കിലും ഒന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ജാനകി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ റേപ്പ് വിക്റ്റിമായി സർവൈവ് ചെയ്തു എന്നാണ് അതാണ് അത്ര സിനിമ. ഞാൻ അതിൻ്റെ വായിച്ച വാർത്ത വെച്ചിട്ട്. അപ്പോൾ ജാനകിമാർ എത്ര പേര്, ഇനിയിപ്പോൾ ജാനകി എന്ന പേരില്ലാത്ത ഒരാൾ റേപ്പ് വിക്റ്റിമായി, അതൊരു സന്തോഷ വാർത്തയാണോ? അല്ലല്ലോ. അല്ല. പേര് ജാനകി ആയിപ്പോയി എന്നതാണോ കുറ്റം? അതോ റേപ്പ് എന്ന് പറയുന്ന അതിഭീകരമായ ഒരു മഹാതിന്മ ഈ രാജ്യത്ത് നടക്കുന്നു, അതിലൊരു പെൺകുട്ടി സർവൈവ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ കണ്ട 2-3 ആരോപണങ്ങളാണ് അതിൽ കേൾക്കുന്നത്. ഒന്ന്, കോടതി മുറിയിൽ ഈ ജാനകി എന്നുള്ള പേര് പറയാൻ പാടില്ല. കോടതി മുറിയിൽ ജാനകിയെ ഇന്റർഗേറ്റ് ചെയ്യുന്നു ഇയാള്, വക്കീല്. അതെ, സുരേഷ് ഗോപിയാണോ വക്കീല്? സുരേഷ് ഗോപി ഇന്റർഗേറ്റ് ചെയ്യുമ്പോൾ അയാൾ അപമാനകരമായ ഒരുപാട് ചോദ്യം. റേപ്പ് വിക്ടിംസിനെ നമ്മളെ വക്കീലന്മാർ, ഏത് വക്കീലാവട്ടെ, അതിപ്പോൾ ഏത് നടനാവട്ടെ, അറിയാലോ നമ്മൾ കോടതികളുടെ സ്വഭാവമാണത്. കോടതിയിൽ റേപ്പ് വിക്ടിം ജന്മം ഉണ്ടെങ്കിൽ പോകില്ല. ആ മാതിരി മാനക്കേട്. അവള് ഇരുട്ടിന്റെ മറവിൽ കൂട്ടബലാത്സംഗത്തിനിരയായാൽ അത്ര അപകടം ഉണ്ടാവില്ല. ഇത് പകൽ വെളിച്ചത്തിലേ കോടതിയുടെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല കേസുകളിലും. അതിഭീകരമായി ചോദ്യം ചെയ്ത് എനിക്ക് നീതി വേണ്ടാന്ന് തോന്നിപ്പോവും പെൺകുട്ടികൾക്ക്. ആ രീതിയിലാണ്. അതിൽ ഒരു ആരോപണം വന്നത് ആ ജഡ്ജ്, ഈ വക്കീല് മറ്റൊരു സമുദായക്കാരനാണ് അത്രേ. അപ്പോൾ സീതാദേവിയുടെ പേരുള്ള ഒരു റേപ്പ് വിക്ടിമിനെ ഈ അപമാനകരമായ ചോദ്യങ്ങളുമായി നേരിടുന്നത് മറ്റൊരു സമുദായക്കാരനായി, അത് കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാക്കുന്നതാണ് ഇവരുടെ ആരോപണം. അത് വെച്ചിട്ടാണത് എന്തെല്ലാം കേസുകൾ, ഏതെല്ലാം കേസിൽ ആരെയൊക്കെ പേരിട്ട് രാജ്യത്ത് നടക്കുന്നുണ്ട്. വി ഒന്നുമല്ല പ്രശ്നം. എന്തായാലും ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടായി. ആ ജഡ്ജി എന്താണ്, നാഗേഷ്, എന്തായാലും പേര് നഗരേഷ് നല്ല തീരുമാനം എടുത്തു. അദ്ദേഹം സാധാരണഗതിയിൽ ജഡ്ജിമാർ അങ്ങനെ ചെയ്യാറില്ല. ഒരു കമ്മീഷനൊക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ട് വരുമെന്ന് പറയാം. ജഡ്ജി പറഞ്ഞു നിങ്ങൾ സമയം കളയണ്ട, ഞാൻ കണ്ടോളാം സിനിമ. ജഡ്ജി കണ്ടിട്ട് ചോദിച്ചു, ഇത് റിലീസ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കാനുള്ള യാതൊരു വകുപ്പും അതിനകത്തില്ല. നിങ്ങൾക്ക് സെൻസർ ബോർഡ് ഇപ്പോൾ വെച്ചിരിക്കുന്ന തടസ്സം എങ്ങനെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഇതാണ്, ഇനി 96 വെട്ടോ മറ്റോ വെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജാനകി എന്ന് പേരുള്ളതൊക്കെ വെട്ടിമാറ്റിയാൽ 96 ആവില്ല, അതിലേറെ ഉണ്ടാവും. അപ്പോൾ അതിന് പറയാം അത് വേണ്ട, ഈ 3 സീനിലെങ്ങാണ്ട് ജാനകി എന്നുള്ളത് വി ചേർത്തിട്ട് പറഞ്ഞാൽ മതി. വി ജാനകി എന്ന് ചേർക്കുമ്പോൾ അത് ദൈവത്തിന്റെ സീത അല്ലാതാവും. അത്ര ധാരണയുള്ളൂ എന്നതിൻ്റെ അർത്ഥം. കഷ്ടമാണ്, പരിഹാസ്യമാണ് മലയാള സിനിമയ്ക്ക് പ്രത്യേകിച്ച്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വിവാദം ഉണ്ടായത് സുരേഷ് ഗോപി അഭിനയിച്ച സിനിമയാണ്. കേരള സെൻസർ ബോർഡ് ക്ലിയർ ചെയ്ത് വിട്ടതാണ്. എന്നിട്ട് സെൻട്രൽ സെൻസർ ബോർഡ് അത് തടഞ്ഞു വെച്ചു. സുരേഷ് ഗോപിക്ക് മിണ്ടാൻ പറ്റാതായി. സുരേഷ് ഗോപി അക്ഷരം പ്രതി മമ്മായില്ല, അയാള് മൗനമാണ്. എന്ത് പറയാൻ പറ്റും? അയാളുടെ ഗവൺമെൻറ്റാണ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം BJPയുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഗ്ലാമറുള്ള വക്താവാണ് കേരളത്തിലെ. അങ്ങനെ ഒരു മനുഷ്യന്റെ സിനിമ എന്നാ പിന്നെ അഭിനയിക്കുമ്പോൾ, സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ, ഡയലോഗ് പറയുമ്പോൾ അതിൽ സുരേഷ് ഗോപി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് അമിത്ഷായുടെ നിർബന്ധത്തിന് വിരുദ്ധമായിട്ടാണ്, ഇദ്ദേഹത്തിന്റെ തന്നെ സ്വന്തമായ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ സിനിമ അഭിനയം തന്നെ. BJPക്ക് വലിയ താല്പര്യമില്ല സുരേഷ് ഗോപി സിനിമ അഭിനയിക്കുന്നത്. അതിപ്പോൾ ഈ സെൻട്രൽ സെൻസർ ബോർഡ് ആക്ട് ചെയ്തത് പോലും സുരേഷ് ഗോപിയോടുള്ളൊരു വിരോധം അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവുമോ? രാഷ്ട്രീയം ഉണ്ടോ അതിനകത്ത്? അതുപോലും സംശയിക്കാവുന്നതാണ്. സുരേഷ് ഗോപി അതിൽ പെട്ടുപോയി എന്നാണ്. സുരേഷ് ഗോപി മിണ്ടിയില്ല എന്തായാലും. സുരേഷ് ഗോപി കലഹിക്കാൻ മാത്രമല്ല മാഷെ, ഇത് കഴിഞ്ഞ കുറച്ച് മുമ്പാണല്ലോ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായത്. അപ്പോൾ അതിൽ ഈ ഗുജറാത്ത് കലാപം സംബന്ധിച്ചുള്ള പരാമർശം, അതും മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് കർക്കശ നിലപാടെടുത്ത ആൾക്കാരാണ് ഈ സുരേഷ് ഗോപി അടക്കമുള്ളത്, BJP പ്രതിനിധി. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു സെൻസർ ബോർഡ് ഒരു ഇടപെടൽ നടത്തുമ്പോൾ അവർക്ക് ധാർമ്മികമായി അതിൽ പ്രതികരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏതെല്ലാം കാര്യത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തെല്ലാം കോലാഹലം കേരളത്തിൽ തന്നെ ഇവരൊക്കെ ഉണ്ടാക്കിയതാണ്. അതിൽ ഞാനൊന്നുകൂടി പറഞ്ഞോട്ടെ, രസകരമായ ഒരു സംഗതി, എമ്പുരാൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട ഒരാളാണ് മറ്റേ അതിൻ്റെ റൈറ്റർ മുരളി. പുള്ളിക്കാരൻ ഇപ്പോൾ ഇതിന് വേണ്ടി ന്യായീകരിച്ചു വന്നിട്ടുണ്ട്. അതായത് ഒരു ആൾക്കൂട്ട കൊലപാതകം മനുഷ്യനോട് ചെയ്യുന്നതാണ്
ഈ സെൻസർ ബോർഡ് ഒരു കലാരൂപത്തോട് ചെയ്യുന്നത്. ഓ. അപ്പോൾ എമ്പുരാന്റെ സമയത്ത് ഇവരാരും അദ്ദേഹത്തിന് മുരളി ഗോപിയുടെ രക്ഷയ്ക്കായിട്ട് ആരും വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം തന്നെ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതെ അതെ, സത്യത്തിൽ അത് ഒരു പൊതുവായി ഒരു പ്രിൻസിപ്പിൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എടുക്കേണ്ടതാണ്. ഇതിലിപ്പോൾ കഥാപാത്രങ്ങളുടെ പേര് നോക്കി ഈയിടെ തമാശക്ക് ആണെന്ന് തോന്നുന്നു വൈശാഖ മാഷ് പറയുന്ന കേട്ടു. ഇപ്പോഴും ഞാൻ ക്രിയേറ്റീവാണ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ഒറ്റ കഥാപാത്രത്തിനും പേര് കൊടുത്തിട്ടില്ല, ഞാനിങ്ങനെ ഡാഷ് ഇട്ട് പോവുകയാണ്, എന്നിട്ട് തല്ലുകൊള്ളാത്തൊരു പേര് നോക്കിയെടുത്തിട്ട് കൊടുക്കാനാണെന്ന് എന്ന് പറഞ്ഞ പോലെയാണ്. അനാവശ്യമാണല്ലോ പേരുകളുടെ പേര്. ഓർമ്മയില്ലേ ബിരിയാണി സന്തോഷ് എച്ചിക്കാനത്തിന്റെ മനോഹരമായ കഥയല്ലേ അത്? അതിനെക്കുറിച്ച് കോലാഹലം ഉണ്ടാക്കിയത് ആ കഥാപാത്രത്തിന്റെ പേരിലാണ്. ഫുഡ് വേസ്റ്റ് ആണല്ലോ അതിന്റെ പ്രശ്നം, അറിയില്ല. ഒരു ഭക്ഷണം കുഴിച്ചു മൂടുക എന്നത് ബംഗാളിയായ ഒരാൾ, ബംഗാളിയല്ല ബീഹാറി എന്ന് തോന്നുന്നു, ബീഹാറിയായ ഒരു അന്യസംസ്ഥാന അതിഥി തൊഴിലാളി വന്നിട്ട് ഒരു പണക്കാരനായ മുസ്ലിം പ്രമാണിയുടെ വീട്ടിൽ ഇയാൾക്ക് പണി, അവിടുത്തെ ഭക്ഷണ വേസ്റ്റ് ബിരിയാണി ഉൾപ്പെടെയുള്ള വേസ്റ്റ് ആവശ്യത്തിലേറെ ഉണ്ടാക്കി കൂട്ടിയിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചിടുകയാണ്. കുഴിച്ചിടുമ്പോൾ അയാൾ ഓർക്കുന്നതാണ് പട്ടിണി കിടന്ന് മരിച്ചതാണ് അയാളുടെ കുട്ടി. ആ കുട്ടിക്ക് ഏതാണ്ട് സമാനമായ പേരുമാണ്, ബസുമതി എന്നാണോ അങ്ങനെ എന്തോ ആണ് പേര്. ആ ബസുമതി അരി കൊണ്ട് ബിരിയാണി വെച്ചിട്ട് കുഴിച്ചു മൂടുകയാണ് ഈ അച്ഛന് പണി. കേരളവും ബീഹാറും തമ്മിലുള്ള അന്തരം മനോഹരമായ പൊളിറ്റിക്കൽ സ്റ്റോറിയാണ്. അതിന് ഒച്ചപ്പാടുണ്ടാക്കി. കഥാപാത്രങ്ങളുടെ പേര്, കഥാപാത്രത്തിന് പേരാണോ പ്രധാനം, ആ കഥ ലോകത്തോട് പറയുന്ന സന്ദേശമാണോ പ്രധാനം, അതല്ലേ പരിശോധിക്കേണ്ടത്. അതെ, അതുകൊണ്ട് റേപ്പ് വിക്ടിം ഉണ്ടാവുക, എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരാളെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് ഒരു മഹത്തായ സന്ദേശം നമ്മൾ പുതിയ കാലത്തെ ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ജാനകി എന്നോ സീതയെന്നോ പാർവതി എന്നോ ലക്ഷ്മി എന്നോ വേണ്ട, ഫാത്തിമ എന്നോ ആമിന എന്നോ പവിത്രമായ വിശ്വാസ സ്ത്രീകളുടെ പേര്, മേരി എന്നോ മറിയം എന്നൊക്കെ പേര് കൊടുക്കണം. അപ്പൊ ആ മെസ്സേജിന് കുറെ കൂടി ഡെപ്ത് ഉണ്ടല്ലോ. ഇത് മനുഷ്യകുലത്തിന്റെ മാതാവായി കാണാവുന്ന ഒരു ദേവീ സങ്കല്പം. എനിക്ക് തോന്നുന്നു കുറെ കൂടി അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അതൊന്നും ന്യായീകരിക്കാൻ ആളില്ല. ഇപ്പോൾ ജാനകി എന്ന് പേര് കൊടുക്കും, ജാനകിയാണ് ശരി എന്നാണ് പറയേണ്ടത്. പക്ഷേ എഴുത്തുകാരൻ അങ്ങനെ കണ്ടിരിക്കുകയും ചെയ്യാം. ഇപ്പൊ പക്ഷേ മിണ്ടിക്കൂടാ, ഒരാളുടെ പേര് കൊടുത്തുകൂടാന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് സ്ഥിതി. ഇപ്പൊ ആ ജോസഫ് മാഷ് പി.ടി. കുഞ്ഞോമ്മന്റെ പേര് ചുരുക്കിയിട്ട് മുഹമ്മദ് എന്ന് കൊടുത്തതാ. അപ്പോഴേക്കും അത് പ്രവാചകന്റെ പേരായി, കോലാഹലമായി, കൈവെട്ടാൻ വന്നു. പേരുകളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ സ്പോൺസർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവനവൻ്റെ എൻ്റേതാണ് ആ പേര്. ഇതാണ് ഇതിൻ്റെ വലിയ അപകടമാണ്. വലിയ വില കൊടുക്കേണ്ടി വരും. കേരളം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വലിയ അപകടം വരും. മനസ്സ് തുറന്ന് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാതെ വരും. ഒരാൾ ഇതിൽ മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിത്യജീവിതത്തിലെ ആവിഷ്കാരത്തിനല്ലേ ഈ പ്രശ്നം. ഞാനൊരു വിഷയത്തിൽ നിലപാട് പറയുമ്പോൾ പതുക്കെ അന്വേഷിക്കുന്നത് എൻ്റെ പേരെന്താണ്, ജാതി ഏതാണെന്നാണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അന്വേഷിക്കുക. സുഭാഷ് ചന്ദ്രൻ പറയുന്നുണ്ട്, ഒരു കല്യാണം മലയാളിയുടെ ഒരു പുതിയ രോഗി, ഒരു കല്യാണ വീട്ടിൽ 5 പേര് ഒരുമിച്ചിരുന്നാൽ 5 മിനിറ്റ് കൊണ്ട് മാന്തിയും ചൊറിഞ്ഞും അവൻ്റെ ഊരും പേരും ജാതിയും അറിഞ്ഞിട്ടേ പിരിയൂന്ന്. പേര് മാത്രമല്ല, ആളുകൾ ലക്ഷണം കൊണ്ട് തന്നെ. ഇപ്പൊ അഹമ്മദ് മാഷ് എന്ന പേര് കേട്ടാൽ പിന്നെ അന്വേഷിച്ച് പോകണ്ടെന്ന് വിചാരിക്കാം. മറ്റു പല പേരും അങ്ങനെയല്ല. ഇപ്പൊ വിജേഷ് എന്ന് കേട്ടാൽ ഇപ്പോൾ അങ്ങനെ കൃത്യമായിക്കോണമെന്നില്ല. പക്ഷെ നിന്റെ എവിടുന്നാ കല്യാണം കഴിച്ച്, വൈഫിന്റെ പേരെന്താ, എന്തെങ്കിലും അറിഞ്ഞിട്ട്, ഇവൻ ഏത് സ്വത്വമാണ് എന്ന് അറിഞ്ഞിട്ടേ പോകുള്ളൂ എന്നുള്ള രീതിയുണ്ട്. എന്നിട്ട് വേണം നിന്റെ അഭിപ്രായം വിലയിരുത്താൻ. ആഹാ, ഇവൻ അതാണല്ലേ, അപ്പോൾ വിജേഷ് പറഞ്ഞ അഭിപ്രായത്തെ അവിടെ വെച്ച് വിലയിരുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ ശരിതെറ്റുകളല്ല, ഈ ഗതികേടുണ്ട്. എന്നോട് എൻ്റെ നാട്ടിലെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, പക്ഷേ ഈ ഇസ്രായേൽ പ്രശ്നത്തിൽ എൻ്റെ വളരെ അടുത്ത കൂട്ടുകാർ, ജേർണലിസ്റ്റുകളും മീഡിയയിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ, സ്കൂളിൽ പണി, പക്ഷേ ഈ ഇസ്രായേൽ പ്രശ്നത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞുകൂടാ. കാരണം എൻ്റെ പേര് നോക്കിയിട്ട് എൻ്റെ പേരൊരു മുസ്ലിം പേരല്ലാത്തതുകൊണ്ട്, ഞാനൊരു മുസ്ലിം അല്ലാത്തത് കൊണ്ട് ഞാൻ ഹമ്മാസിനിട്ട് 2 കൊടുത്തില്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൂടാ. ആന്നേ, അങ്ങനെ ആവണം. ഈ ഞാൻ പറഞ്ഞു വരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം സിനിമയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സർഗാത്മകമായ ഒരു മനസ്സൊക്കെ മലയാളിക്ക് ഉണ്ടായിരുന്നല്ലോ. മലയാളിക്ക് എന്നുണ്ട്. മലയാളിക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക? ഭയങ്കര സങ്കടമായിപ്പോയി. ഏതായാലും ഇപ്പോൾ ഇങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ തീരുമാനിച്ചു, കോടതി ശക്തമായിട്ട് ഇടപെട്ടു. ഇനിയിപ്പോൾ ജാനകി എങ്കിൽ വി ജാനകി, എത്രയോ പണം, എത്രയോ അധ്വാനം, എത്രയോ മനുഷ്യരുടെ സ്വപ്നമൊക്കെയാണുള്ള ഒരു സിനിമ. മലയാളികൾ കാണാൻ അടുത്ത ആഴ്ച ഇറങ്ങും തോന്നുന്നു അല്ലേ? അതെ, ഇറങ്ങട്ടെ. എന്തായാലും നമുക്ക് കണ്ടിട്ട് ബാക്കി പറയാം.